ഒരു സെക്കൻഡ് വേണ്ടു എനിക്ക്, ഒരു സെക്കൻഡ്. വാസ്തവത്തിൽ ഒരൊറ്റ സെക്കൻഡിൽ ഞാൻ തീർക്കാം. കാരണം ഞാൻ പോവാണല്ലോ. വാസ്തവത്തിൽ എനിക്ക് ഈ ചർച്ചയിൽ ഏറ്റവും ദുഃഖകരവും വെറുപ്പും തോന്നിയത് ഒരു പശുക്കുട്ടിയെ റോട്ടിൽ അറുത്ത മനുഷ്യൻ അതിനെ ന്യായീകരിക്കുക. ഇത്ര നികൃഷ്ടമായ ഞാൻ ഈ ചർച്ചക്ക് വരില്ലായിരുന്നു. ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഞാൻ ഈ ചർച്ചക്ക് വരില്ലായിരുന്നു. ഇതുപോലത്തെ നീചനും ഇതുപോലെ ആളുകൾ തമ്മിലടിപ്പിക്കുകയും വർഗീയത പറയുകയും തെരഞ്ഞെടുപ്പ് അവലോകനമല്ലേ? കൊള്ളക്കാരൻ ഈ നാട്ടിന്റെ ജനങ്ങളുടെ മനസ്സിനകത്ത് വർഗീയത പറയുന്ന, വെറുപ്പ് പറയുന്ന തന്നെ പോലെയുള്ള പശുക്കുട്ടിയൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. തന്നെ പോലെ നീചനും നികഷ്ടനുമായ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അവലോകനം ചെയ്യാണ്. ഇപ്പോ അപമാനാണ് ഇത്. ഇങ്ങനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ട് കാര്യമില്ല. നമുക്ക് ഈ ഇതിന്റെ കണ്ടന്റിൽ ഇതിന്റെ വസ്തുതയിൽ എന്തെങ്കിലും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കാൻ ഹിന്ദുക്കളെയും മുസ്ലിം ഞാൻ ചോദിക്കട്ടെ, പശു തനിക്ക് മാത്രമാണോ? പശുവിനെ കൊല്ലരുത് എന്ന് താനേടിയ പഠിച്ചിട്ട് പശുവിനെ ഞാൻ തന്നെ വെല്ലുവിളിക്കാം. പശുവിനെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടോ? മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ടോ? മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ടോ? നാണുണ്ടോ? പോയി മഹാഭാരതം പോയി മനുസ്മൃതി. നമ്മളൊരു ഇലക്ഷൻ അവലോകനം ചെയ്യണം. നമ്മളൊരു ഇലക്ഷൻ അവലോകനം. ഇലക്ഷന്റെ സമയത്ത് ചില വൈകാരിക വിഷയങ്ങൾ ഉന്നയിക്കുന്നത് മനസ്സിലാക്കാം. ഇതൊക്കെ കഴിഞ്ഞല്ലോ. ഇതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ? നമുക്ക് ഈ എന്തെങ്കിലും പറയാനുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. ഹിന്ദുക്കളാണെന്ന് ഈ ഗോപാലകൃഷ്ണനെ പോലെ വ്യാജന്മാരാണെന്ന് പാലക്കാട് മതനിരപേക്ഷവാദികൾ കണ്ടു. അതാ തോറ്റു തപ്പിട്ടത്. ഈ ചർച്ചക്ക് ഇയാൾ ഉണ്ടെങ്കിൽ ഞാൻ വരില്ലായിരുന്നു ചർച്ചക്ക്. ഇത്ര നികൃഷ്ടനായ ശരിയല്ല.